അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ അടുക്കളയിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് കറിവേപ്പില. മിക്ക വീടുകളിലും കറിവേപ്പ് നട്ടുപിടിപ്പിക്കാറുണ്ടെങ്കിലും പലപ്പോഴും അത് ഉണങ്ങിപ്പോവുകയോ ശരിയായ രീതിയിൽ തഴച്ചു വളരാതിരിക്കുകയോ ചെയ്യുന്നത് കാണാറുണ്ട്. കറിവേപ്പ് നടുമ്പോൾ തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു ചുമപ്പ് കളറാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഡ്രസ്സും അതുപോലെ തന്നെ ഗ്ലൗസും എല്ലാം ചുമപ്പ് കളറാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഗ്ലൗസിൻ്റെ ഉദ്ഘാടനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോമ്പിനേഷൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ ഇതാ ഒരു ഹാങ്ങിങ് ബോട്ടിൽ ഒരു വേപ്പൻ തൈ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്, നമ്മുടെ ഷൈനി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് വേപ്പ് കൊടുത്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് നല്ല ഉഷാറായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി മൂന്നാമതായിട്ടൊരു വേപ്പും കൂടി പിടിപ്പിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അന്നേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വേപ്പാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അവിടെ പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ പണി നടക്കണ കാരണം എല്ലാ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച കൂട്ടത്തിൽ ഞാനിത് മെല്ലെ അവിടെ നിന്ന് പൊക്കിയതാണ്. നമുക്ക് ഇതിനൊന്ന് മാറ്റി നല്ല അടിപൊളിയായിട്ട് നട്ട് വളർത്താം. അപ്പോൾ വെറുതെ മുളച്ച് വന്ന വേപ്പാണ്. അപ്പോൾ അതിന് നമ്മൾ നടാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്താ ഞാൻ ഈ കാണിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ഇന്നൊരു പെയിൻറ്റ് ബക്കറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് വേപ്പ് നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ടെറസിൽ നിന്ന് അവിടെ കുറേ ചിരട്ടിയും എല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ടെറസ് ഒന്ന് ക്ലീൻ ചെയ്യും വേണം. അതിൽ കൂടെ തന്നെ നമ്മുടെ വേപ്പ് നടും വേണം. അപ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ പെയിൻറ്റിൻ്റെ ബക്കറ്റ് അടിയിൽ നല്ല ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടിയിലായിട്ട് നമ്മൾ ഈ വെക്കാൻ പോകുന്നത് ചിരട്ടയാണ് കേട്ടോ. വേപ്പ് നടുമ്പോഴുള്ള ഫസ്റ്റത്തെ ടിപ്പാണ് നമ്മൾ ചട്ടി തിരഞ്ഞെടുക്കേണ്ടത്. ചെടിച്ചട്ടിയിലാണ് നമ്മൾ കറിവേപ്പ് നടുന്നതെങ്കിൽ ഏറ്റവും നല്ലത് മണ്ണിൻ്റെ ചട്ടികളിലാണ് കറിവേപ്പ് നടാൻ നല്ലത്. പക്ഷെ ഞാനിവിടെ നല്ല പെയിൻറ്റിങ് ബക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിൽ നമ്മൾ ഈ പോട്ടിങ് ചെയ്യണമെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പോട്ടിങ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, കരിയിലകളും പിന്നെ അതുപോലെ ചിരട്ട, പുതിയമടൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ വേപ്പ് നടാൻ വേണ്ടിയിട്ട് പോട്ടിങ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മൾ ചിരട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൊതിമടൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ ടെറസിന് പരന്ന് കിടക്കണമെന്ന് വെച്ചാൽ, ഞാൻ ഇതേപോലെ നടാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും. എന്നിട്ട് ആവശ്യത്തിനുള്ളത് ഉപയോഗിക്കൽ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് അവിടെ വെക്കും. അങ്ങനെയാണ് കേട്ടോ അതൊക്കെ ഇവിടെ പരന്ന് കിടക്കും. പിന്നെ നമ്മുടെ ചിരട്ടൊക്കെ കൊത്തിക്കൊണ്ടാവുന്ന കാക്കകളുണ്ട്, അവരിതുപോലെ പരത്തിയിടാറുണ്ട്. അപ്പം ഞാനിതാ ഈ ചിരട്ടയും അതുപോലെ തന്നെ പൊതിമടലും ഇങ്ങനെ കമിഴ്ത്തിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് കരിയില നിറച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാതും പല പല സ്ഥലത്തായിട്ട് ഇങ്ങനെ പരന്നെടുക്കാനിട്ട് ആ ടെറസ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ മഴയായതുകൊണ്ടാണ് ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും നടക്കാത്തത്. അപ്പോൾ എല്ലാ ദിവസവും ഓരോ കാര്യങ്ങളും നടുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഇട്ട് പോകട്ടെ. അപ്പോഴത്തേനും മഴ വരും. ഒന്നിങ്ങനെ മഴ ഇല്ലാത്ത സമയത്ത് ഞാൻ വന്നിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴത്തേനും മഴ വരും. അപ്പോൾ ഞാൻ വേഗം താഴത്തേക്ക് പോവേ. അപ്പോൾ ഇന്നിപ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ താഴത്തേക്ക് പോയി. അപ്പോൾ നമ്മളിതാ ഇതിൽ നന്നായിട്ട് കരിയില കുത്തി നിറക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ബക്കറ്റ് നിറയുന്ന രീതിയിൽ ഫുള്ള് കരിയില നിറച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാക്ക് നിറയെ കരിയിലാണ്. ഇനിയിപ്പോൾ അത് തീർന്നിട്ടുണ്ട്. ഇനി ഇത് അപ്പുറത്തുനിന്ന് കോഴിക്കോടുന്ന് നിറച്ച് വെക്കണം കേട്ടോ. എന്നാലും നമ്മൾ ഇനി അടുത്ത സംഭവങ്ങളൊക്കെ നടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കരിയില നമ്മൾ ഇതേപോലെ നിറച്ചു കൊടുത്താൽ വെള്ളം ഒട്ടും കെട്ടി കിടക്കില്ല കേട്ടോ. അപ്പോൾ അടിയിൽ നമ്മൾ ചിരട്ട ഇട്ടിട്ടുണ്ട്. അത് കാരണം ഇതിൻ്റെ ഹോളൊന്നും അടഞ്ഞു പോവില്ല. അതുപോലെ തന്നെ നല്ല വേര് പിടിക്കും. ഈ കരിയില ഇട്ട് കൊടുക്കുമ്പോൾ നല്ല വായുസഞ്ചാരം ഉണ്ടാവും. നല്ല രീതിയിലുള്ള ജൈവവളം കൂടിയാണ് ഇട്ട നമ്മുടെ ഈ കരിയില. നമ്മളിതിൽ ചാണകപ്പൊടിയൊന്നും ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. പക്ഷേ വേപ്പൊന്ന് പിടിച്ചതിന് ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഒക്കെ ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. കരിയില എത്ര തന്നെ ഇട്ട് കൊടുത്താലും 2 ദിവസം കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു പൊട്ടിങ് അങ്ങനെ താഴ്ന്നു പോകട്ടാം. അപ്പോൾ അത് നന്നായിട്ട് കുത്തി നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഗ്ലൗസിൻ്റെ ഗുണം നമ്മൾ അറിയുന്നത്. ഇത് നല്ല ഗ്ലൗസാണ് കേട്ടോ. ഞാനിത് മീഷോയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. പക്ഷേ ടാഗ് ചെയ്തിടാൻ പറ്റുമെങ്കിൽ ഞാൻ ടാഗ് ചെയ്തിടാം കേട്ടോ. അത്ര വലിയ വില ഒന്നും വന്നിട്ടില്ല. ഒരു 90 എത്രയാണ് സംതിങ് റേറ്റ് വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ഇട്ടിട്ട് പണിയെടുക്കാൻ സുഖമൊന്നുമില്ല കേട്ടോ. ഈ ഗ്ലൗസ് ഇട്ടിട്ട് പണിയെടുക്കാൻ ഒട്ടും സുഖമില്ലേ.
ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷെ നമുക്കിത് എത്രത്തോളം ഇങ്ങനെ പണിയെടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പെന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള നനയാണ് കേട്ടോ. കറിവേപ്പ് നശിച്ചു പോകാനുള്ള പ്രധാന കാരണം തന്നെ നമ്മൾ കൂടുതൽ നനച്ചു കൊടുക്കുമ്പോഴാണ്. മുകളിലെ മണ്ണ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ടുള്ളൂ. മഴക്കാലത്തും തണുപ്പ് കാലത്തും നനയ്ക്കേണ്ട കാര്യമില്ല. വെള്ളം കെട്ടിക്കിടന്നാൽ വേര് ചീഞ്ഞു പോകും. തണുപ്പ് കാലത്ത് നമുക്ക് നമ്മുടെ മണ്ണൊന്ന് നല്ല രീതിയിൽ ഡ്രൈ ആവുന്ന സമയത്തൊന്നും നനച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളം അതുപോലെ തന്നെ തൈര് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് ഒഴിച്ചു കൊടുത്താൽ മതി. വേറെ നനയുടെ ഒന്നും ആവശ്യമില്ല. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഹാങ്ങിങ് ബോട്ടിലെ പ്ലാന്റൊക്കെ ഒന്ന് മാറ്റി എന്നിട്ട് ഞാനിതാ ഈ വേപ്പിനെ ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിലുള്ള നല്ല മണ്ണാണ് കേട്ടോ. വേര് ആ മണ്ണ് ഞാനൊന്നും ഇളക്കി മാറ്റുന്നില്ല. അത് അതേ കൊടുക്കനെ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ചെടിച്ചട്ടിയിൽ നിന്ന് ഇത് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സൈഡിലൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുക. ചെടിച്ചട്ടിയുടെ ആ സൈഡിലൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുക. അത്യാവശ്യത്തിന് നല്ല വലിയ തൈ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു പോട്ട് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇതേപോലെ മണ്ണ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വേരിന് യാതൊരു അനക്കം പറ്റാത്ത രീതിയിലാണ് കേട്ടോ നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. നമ്മൾക്കിതുപോലെ മണ്ണില്ലാതെ വെറും തൈ മാത്രമാണ് കിട്ടുന്നതെങ്കിലും നമുക്ക് ചെയ്യാം. ഞാൻ അതുപോലെ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പോപ്പുലർ വീഡിയോ തന്നെയാണത്. അത് ഇന്ന് 3 ലക്ഷം വ്യൂസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്തയും കൂടി അറിയിക്കുകയാണ്. അപ്പം നമ്മൾ ഇതേപോലെ വെച്ച് കൊടുത്ത് ഇനി നമ്മൾ നല്ല ചുമന്ന മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് കമ്പോസ്റ്റ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്താൽ ഇതിൽ ധാരാളം തൈകൾ മുളച്ച് വരും. അതുപോലെ തന്നെ പുല്ല് വരാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അത് നമ്മുടെ വേപ്പിന് നല്ലതല്ല. വേപ്പ് നമ്മൾ നടുന്ന ആ ചട്ടിയിൽ വേറൊരു ചെടിയും വളർത്താതിരിക്കുകയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഇനി എൻ്റെ കയ്യിൽ ആകെ കുറച്ച് ചുമന്ന മണ്ണേ ഉള്ളൂ. ഇനി നാട്ടിൽ പോകുമ്പോൾ വേണം ഇതേപോലെ കൊണ്ടുവരാൻ കേട്ടോ. അവിടെ അതേപോലെ ഇങ്ങനെ ചാക്കിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ചുമന്ന മണ്ണ്. അപ്പം ഞാൻ ഒരു ഇച്ചിരി കൂടി ഉള്ളേ അത് അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യത്തിന് ചെടികൾ നടുമ്പോൾ മേലെ മാത്രം കുറച്ച് ഇതേപോലെ മണ്ണാണ് ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ബാക്കിയെല്ലാം കരിയില തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിക്കേ, ഒട്ടും വെയിറ്റ് ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ ഞാൻ ഈ പോട്ടിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. വളരെ സുഖമായിട്ടാണ് ഞാൻ ആ പോട്ട് എടുത്ത് പൊക്കിയിട്ടുള്ളത്. ഒട്ടും കനയില്ല. ഇനിയിപ്പോൾ അത് 4 ദിവസം കഴിയുമ്പോഴത്തേനും തീരെ കനയില്ലാതാവും കേട്ടോ. നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റും. ഇനി ശ്രദ്ധിക്കേണ്ട 3ാമത്തെ പോയിൻ്റാണ് പറയാൻ പോകുന്നത്. ശരിയായ രീതിയിലുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്നാണ്. കറിവേപ്പിന് നന്നായി സൂര്യപ്രകാശം ആവശ്യമാണ്. ദിവസം 6 മുതൽ 8 മണിക്കൂർ വരെ നേരിട്ട് വെയിൽ ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം ചെടി വെക്കേണ്ടത്. വെയിൽ കുറഞ്ഞാൽ ഇലകൾക്ക് നിറം കുറയുകയും ചെടിയുടെ വളർച്ച മുരടിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിതാ ഇവിടെ ഈ ബക്കറ്റ് ഒരു ചെറിയൊരു ഒരു ടിന്നിൻ്റെ പുറത്താണ് കേട്ടോ കയറ്റി വെച്ചിട്ടുള്ളത്. നമ്മുടെ ടെറസിന് ലീക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും വെയിൽ കൊള്ളുന്ന ഒരു ഏരിയയിലുമായിട്ടാണ് ഞാൻ ഈ വേപ്പുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന വേപ്പൊക്കെ നോക്കിയാൽ നല്ല രീതിയിലാണ് കേട്ടോ നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വേനലിൽ ഒരു വേപ്പ് നട്ടിട്ടുണ്ടായിരുന്നു. വർഷത്തിൽ 2 വേപ്പ് വെച്ച് നടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു 6 മാസം മുന്നേ ഞാനൊരു വേപ്പ് നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റിലും പല ചെടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അതേപോലെ നട്ട് വെച്ചിട്ടുള്ളതായിരുന്നു. ഒരു വർഷം മുന്നേ നട്ട ആ വേപ്പ് നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഇത്ര ഉഷാറിൽ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതാണ് നമ്മുടെ 3ാമത്തെ പോയിൻ്റ്, അതായത് പ്രൂണിങ്, കൊമ്പ് കോതൽ. ചെടി നല്ല ഹൈറ്റിൽ ഇങ്ങനെ വളർന്നു വരാണ്ട് അതിൻ്റെ വശങ്ങളിൽ നിന്നൊക്കെ പടർന്നു പന്തലിക്കാൻ കൃത്യസമയത്ത് തലപ്പ് നുള്ളിക്കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കൂടുതൽ പുതിയ ശാഖകൾ വരികയും ചെടി തഴച്ചു വളരുകയും ചെയ്യും. കൂടാതെ ചെടിയിൽ പൂക്കൾ വരുന്നുണ്ടെങ്കിൽ അവ നുള്ളിക്കളയണം. ഇലകൾ കൂടുതൽ വളരാൻ അത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ മുകളിൽ നിന്ന് ഓരോ കൊമ്പ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നിറച്ചും ചെടികളാണ്. ഫസ്റ്റ് തന്നെ ഇതൊരു ശവനാറി ബിങ്കാ റോസ്, ഞങ്ങൾ ശവനാറി എന്നൊക്കെയാണ് കേട്ടോ പറയാറ്. ബിങ്കാ റോസ് എന്നിപ്പോൾ നല്ല അടിപൊളി പേരൊക്കെ ഇതിനുണ്ട്. പിന്നെ ഇപ്പോൾ അതൊരു ഫേമസ് ചെടിയാണല്ലേ.
പിന്നെ ആർക്കും വേണ്ടാതിരുന്ന ചെടിയായിരുന്നു. പക്ഷേ നല്ലോണം പൂക്കൾ ഉണ്ടാകുന്നതുകൊണ്ട് ഇപ്പോൾ അതിനെല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ കാക്കപ്പൂവ്, പിന്നെ നല്ലൊരു ചീര ഉണ്ട് കേട്ടോ. ആ ചീരനെ എനിക്ക് എത്ര പറിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഹാങ്ങിങ് പോട്ടിലൊക്കെ വളർത്താൻ പറ്റിയൊരു ചെടിയുണ്ട്, ഒരു ടർട്ടിൽ വൈൻ. പിന്നെ ഈ ഒരു എന്താ പറയുക, ചീര നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെയും തളിരൊക്കെ വന്നിട്ട് നന്നായിട്ട് ഇലയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബക്കറ്റിൽ ഞാൻ 2 വേപ്പാണ് നട്ടിട്ടുള്ളത് കേട്ടോ. അതും നമ്മുടെ ചേച്ചിയുടെ അവിടുന്ന് എടുത്തുകൊടുന്നതാണ്. അപ്പോൾ ആ വേപ്പിനൊന്നും ഇളക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ഇതിനെ ഇങ്ങോട്ട് മാറ്റുകയാണ്. ഇനി ഞാൻ ഇതിനെ നട്ട് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, നട്ട് വെച്ചത് ഞാൻ കാണിച്ചു തരാവേ. എന്നിട്ട് ഞാനിതാ ഇതിനെ നന്നായിട്ട്, വേറെ പുല്ലൊന്നും ഇതിലില്ല. ഈ ഒരു ചെടികളും ഈ ഒരു എന്താ പറയുക, ആവശ്യമുള്ള ചെടികൾ മാത്രമാണ് ഇതിൽ വളർന്നിട്ടുള്ളത് കേട്ടോ. വേറെ പുല്ലുകളും ഒന്നും ഇതിൽ വളർന്നിട്ടില്ലേ. അപ്പം ഞാനതൊക്കെ മാറ്റി നശിപ്പിച്ച് കളയണില്ല. ഞാനിത് വീണ്ടും നടാൻ വേണ്ടി നടും. ഇനി നമുക്ക് ഇതിലേക്കും കുറച്ച് നല്ല ചുമന്ന മണ്ണ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും നല്ല ഉഷാറായിട്ട് വന്നോളും. ഇതിൽ അത്യാവശ്യം ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വളങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ പോയിൻ്റാണ് ഈ വളപ്രയോഗം. 5-മത്തതും ഏറ്റവും ലാസ്റ്റത്തതുമായ ഒരു പ്രയോഗമാണ് വളപ്രയോഗം. അപ്പോൾ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് കറിവേപ്പിൻ്റെ വളർച്ചയ്ക്ക് നല്ലത്. അതായത് ചാണകപ്പൊടിയിൽ നന്നായിട്ട് നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. വീട്ടിലുണ്ടാക്കുന്ന ജൈവവളങ്ങളും നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാം. പുളിപ്പിച്ച മോര് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഒക്കെ ഇതിനൊഴിച്ചു കൊടുക്കാം കേട്ടോ. ചാരം ഇടയ്ക്ക് മണ്ണൊക്കെ ഇളക്കിയിട്ട് ചാരം ഇട്ട് കൊടുക്കുന്നതും വേപ്പ് നന്നായിട്ട് വളരാൻ നല്ലതാണ്. അപ്പോൾ പുളിപ്പിച്ച മോര് വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. കുറച്ച് ദിവസം മുന്നേ ഞാനിതിന് കഞ്ഞിവെള്ളം ചാരം കൂടിയിട്ട് ഒഴിച്ചതാണ്. കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചിട്ടുള്ളതാണ്. നല്ല ഉഷാറായിട്ടാണ് എൻ്റെ വേപ്പ് നിൽക്കുന്നത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ നട്ട വേപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വേപ്പ് അയച്ചു തരുമോ, പിടിപ്പിച്ചിട്ട് വേപ്പ് അയച്ചു തരുമോ എന്ന്. ഞാനിനി പിടിപ്പിച്ച് നോക്കട്ടെ. ചെറിയ ചട്ടികളിൽ പിടിച്ച് കിട്ടുകയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇടണ്ട് തൈകൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ട്. അതാ ഞാൻ ഈ ചീര നട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് നട്ടിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ തന്നെ ഈ പോട്ടിങ്ങിൽ തന്നെയാണ് കേട്ടോ ഞാൻ ആ ചീര നട്ടു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ബിങ്കാ റോസും ഞാൻ നട്ടിട്ടുണ്ട്. ബാക്കി 2 പ്ലാന്റും ഞാൻ കളഞ്ഞിട്ട്, കാക്കാപ്പൂവൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമുക്ക് ഒരു ലക്കിയായിട്ട് വെറുതെ മുളച്ച് വന്നതാണ് ഈ ബിങ്കാ റോസ്. ഇതിൻ്റെ വേറെ കളർ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. കൃത്യമായ നനയും വെളിച്ചവും നൽകുന്നതിലൂടെ കറിവേപ്പ് നന്നായി വളർത്തിയെടുക്കാൻ സാധിക്കും. കറിവേപ്പ് ആദ്യഘട്ടത്തിൽ പതുക്കെ മാത്രമേ വളരുകയുള്ളൂ. തണുപ്പ് കാലത്ത് ഇതിൻ്റെ വളർച്ച അല്പം കുറയാറുണ്ട്. ചെടി ഉണങ്ങിയതായെന്ന് കരുതി ഉടനെ അത് പിഴുത് മാറ്റി കളയണ്ട. കൃത്യമായ പരിചരണവും വെളിച്ചവും നൽകിയാൽ വർഷങ്ങളോളം ഫ്രഷായ കറിവേപ്പില നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിന്നും പറിച്ചെടുക്കാം. അപ്പോൾ അതുവരെ ക്ഷമയോടെ തന്നെ കാത്തിരിക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നല്ല നല്ല കമൻറ്റും ലൈക്കും ഹൈപ്പും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടിയൊക്കെ തരിക. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സി യു.